അമേരിക്കയിലെ കത്തോലിക്ക സഭയ്ക്ക് ഇതൊരു ആത്മീയ വസന്തത്തിന്റെ കാലം. പ്രശസ്ത അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജിഷീന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന ചടങ്ങിന് ഇനി ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ആത്മീയ ഒരുക്കങ്ങളുമായി അമേരിക്കൻ കത്തോലിക്ക സഭ. സെപ്റ്റംബർ 24-ന് സെന്റ് ലൂയിസിൽ നടക്കുന്ന ചരിത്രപ്രധാനമായ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കായി 75,000-ഓളം വേൾഡ് മിഷൻ ജപമാലകൾ നിർമ്മിക്കുന്ന തീവ്ര ഉദ്യമത്തിലാണ് വിശ്വാസികൾ. പ്രമുഖ സുവിശേഷകനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജിഷീനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്ന ചരിത്ര നിമിഷത്തെ സ്വീകരിക്കാൻ വിശ്വാസ സമൂഹം ഒരുങ്ങിക്കഴിഞ്ഞു. സെന്റ് ലൂയിസിലെ ദി ഡോം അറ്റ് അമേരിക്ക സെന്ററിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി 75,000 ജപമാലകൾ കൈകൊണ്ട് നിർമ്മിച്ച് നൽകുന്ന ഉദ്യമത്തിലാണ് ആർച്ച് ഡയസിസ് ഓഫ് സെന്റ് ലൂയിസിലെയും വിവിധ ഇടവകകളിലെയും വിശ്വാസികൾ. പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റീസ് മുന്നോട്ടുവെച്ച ഈ ദൗത്യം ഏറെ പ്രത്യേകത നിറഞ്ഞതാണ്. 1951-ൽ സൊസൈറ്റി ഫോർ ദി പ്രൊപ്പഗേഷൻ ഓഫ് ദി ഫെയ്ത്തിന്റെ നാഷണൽ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുമ്പോൾ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജിഷീൻ സ്വയം രൂപകൽപ്പന ചെയ്ത വേൾഡ് മിഷൻ ജപമാലയാണ് ഈ ചടങ്ങുകൾക്കായി ഒരുങ്ങുന്നത്. ഏഷ്യ, അമേരിക്ക, യൂറോപ്പ്, ഓഷ്യാനിയ, ആഫ്രിക്ക എന്നീ 5 വൻകരകളെ പ്രതിനിധീകരിക്കുന്ന 5 നിറത്തിലുള്ള മണികളാണ് ഈ ജപമാലയിലുള്ളത്. സ്വാർത്ഥമായ പ്രാർത്ഥനകൾക്കുമപ്പുറം ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കായി പ്രാർത്ഥിക്കുമ്പോഴാണ് ഹൃദയങ്ങളിൽ യഥാർത്ഥ സമാധാനം ഉണ്ടാകുന്നതെന്ന് ആർച്ച് ബിഷപ്പ് ഷീൻ പഠിപ്പിച്ചു. സെന്റ് ചാൾസ് ബറോമിയോ ഇടവകയുൾപ്പെടെ 100 കണക്കിന് കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് ഈ മിഷൻ ജപമാല നിർമ്മാണത്തിൽ സജീവമായിരിക്കുന്നത്. തന്റെ ജീവിതകാലം അത്രയും റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ലോകത്തോട് ദൈവത്തിന്റെ സ്നേഹം ഉദ്ഘോഷിച്ച ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ലോകത്തെ ഒന്നാക്കുക എന്ന ബിഷപ്പിന്റെ വലിയ ദർശനമാണ് ഈ ജപമാല ദൗത്യത്തിലൂടെ വീണ്ടും യാഥാർത്ഥ്യമാകുന്നത്. ചർച്ച് ഡെസ്ക്, ഷെഖൈന ന്യൂസ്.